കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. ഫോണിലെ രേഖകൾ തിരിച്ചു കിട്ടാനാകാത്ത വിധം നശിച്ചുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് ചേരുന്നു. വർഷ ഗിരീഷ്, ഈ ഫോണിലെ രേഖകൾ തിരിച്ചു കിട്ടാനാകാത്ത വിധം പ്രതി നശിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. വിധി പറയാനിരിക്കുകയാണല്ലോ മറ്റന്നാൾ. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ വാദപ്രതിവാദങ്ങളായി ഉയർന്നത്? വർഷ. ദിലീപ് കുമാർ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായിട്ടുള്ള ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജിയാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചത്. മുമ്പ് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നുവെങ്കിലും തള്ളുകയായിരുന്നു. ശേഷമാണ് ഈ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത്. തുടർന്ന് 2 തവണ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ ഹർജിയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. വിധി മറ്റന്നാൾ പറയുമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നു എന്നുള്ളതാണ്. പ്രധാനമായും പ്രോസിക്യൂഷൻ പറഞ്ഞത് ഫോണിലെ രേഖകൾ തിരിച്ചു കിട്ടാനാകാത്ത വിധം നശിപ്പിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ഫോറൻസിക് ലാബിലെ പരിശോധന ഫലം കൂടെ സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഒരു കേസിൽ യാതൊരു തെളിവും അവശേഷിക്കാതിരിക്കാൻ വേണ്ടി ഫോണിലെ രേഖകൾ പൂർണ്ണമായി നശിപ്പിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ നടന്നത് രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ള കാര്യമാണ് ജിതിൻ ഭാസ്കർ പറയുന്നത്. ഫോൺ റീസെറ്റ് ചെയ്യുന്നതിനെ തെളിവ് നശിപ്പിക്കലായി എങ്ങനെ കണക്കാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ജിതിൻ ഭാസ്കറിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പറയുന്നത്. ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വടകരയിൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. തുടക്കം മുതൽ തന്നെ 2024 തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസുമായി സഹകരിച്ച് പോന്നിട്ടുണ്ട്. 1.5 വർഷമായി താൻ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. ഫോൺ ഉൾപ്പെടെ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ വേട്ട മാത്രമാണ്, രാഷ്ട്രീയമായ നാടകമാണ് എന്നുള്ളതാണ് ജിതിൻ ഭാസ്കർ പറയുന്നത്. അതോടൊപ്പം തന്നെ താൻ 16 ദിവസമായി ഈ ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ട്, 2 ദിവസമായി പോലീസ് കസ്റ്റഡിയിലുണ്ട്. തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ് ജിതിൻ ഭാസ്കർ പ്രധാനമായും പറയുന്നത്. യാതൊരു വിധത്തിലുള്ള SCT സൂചിപ്പിക്കും പോലെ കേസിന് തുടക്കമല്ല. കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് 1.5 വർഷത്തോളമായി. ആ വർഷം മുതൽ തന്നെ താൻ സഹകരിക്കുന്നു എന്നുള്ള കാര്യമാണ് കോടതിയിൽ ജിതിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി മറ്റന്നാൾ വിധി പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.